ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വർക്ക് ഏരിയയിൽ, അതായത് സാധാരണ കിച്ചണിനല്ലാതെ കൂടാതെ സെപ്പറേറ്റ് എടുക്കുന്ന വർക്ക് ഏരിയയിൽ നമുക്ക് സാധാരണ സിങ്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിപ്പമുള്ള സിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ റെഡിമെയ്ഡായിട്ട് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് സിങ്കാണ് വരുന്നത്. സിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏകദേശം ഒരു 40-50 സെൻറ്റിമീറ്റർ, 45-നും 50-നും ഇടയ്ക്ക് വരുന്ന രീതിയിലുള്ള താഴ്ച കുഴിയുള്ള രീതിയിലാണ് സിങ്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സിങ്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഒട്ടും വെള്ളം പുറത്തേക്ക് തെറിക്കാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാൻ സാധിക്കും. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് 50 സെൻറ്റിമീറ്റർ നമുക്ക് ഉള്ളളവ് കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ ഹൈറ്റ് വന്നിരിക്കുന്നത് നോക്കി അറിയാൻ പറ്റും. അതിൻ്റെ വാർക്കയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫിനിഷിംഗ് ലെവൽ നമുക്ക് വരേണ്ടത്, അത് സിങ്കിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരേണ്ടത് 85-90 സെൻറ്റിമീറ്ററിന് ഇടയ്ക്കാണ് വരേണ്ടത്. അത് ഗ്രാനൈറ്റ് കാര്യങ്ങൾ ഇട്ട് വരുന്ന സമയത്ത് ആ ലെവലിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ബേസ്മെൻറ്റിൽ നിന്നും 60 സെൻറ്റിമീറ്ററാണ് സ്ലാബ് കൊടുത്തിരിക്കുന്നത്. 60 സെൻറ്റിമീറ്റർ സ്ലാബ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തിരിക്കുന്നത്. ആ 60 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തു, അതിൻ്റെ ബേസ്മെൻറ്റ് വന്നു. അതേ ബേസ്മെൻറ്റ് ഉദ്ദേശിച്ച് നമ്മളത് വാർക്കയാണ് ചെയ്തിരിക്കുന്നത്. വാർക്ക് മൊത്തം സ്ലാബ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 50 സെൻറ്റിമീറ്റർ ഉള്ളളവ് ഹൈറ്റ് കിട്ടാവുന്ന രീതിയിൽ വീണ്ടും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് നേരെ ഏകദേശം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് 1 മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 മീറ്റർ നീളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സിങ്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ സെൻറ്ററിലാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് സെൻറ്ററിൽ നിങ്ങൾ കാണാൻ സാധിക്കും സ്ലാബ് വാർക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. സ്ലാബ് വാർക്കുന്ന സെൻറ്ററിൽ തന്നെ അതിൻ്റെ ഒരു ഹോൾ ക്ലിയർ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പിന്നീട് നമ്മൾ ഹോൾ അടിക്കുന്ന സമയത്ത് മൊത്തം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. അതിന് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു പൈപ്പിൻ്റെ PVC പൈപ്പിൻ്റെ ഒരു കഷ്ണം ജസ്റ്റ് അതിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ പൈപ്പ് 2 ഇഞ്ചോ ഏറ്റവും കുറഞ്ഞത് 2 ഇഞ്ച് ഔട്ടെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലീക്ക് വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റായ സിങ്ക്, നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള സിങ്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന സിങ്കിനേക്കാൾ നല്ല സൗകര്യപ്രദമായ രീതിയിൽ വെള്ളം ഒന്നും പുറത്തേക്ക് തെറിക്കാതെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് സിങ്കുകൾ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് സൈഡ് കെട്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കൂടാതെ വേണമെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് സ്ലാബ് എന്ന് ഉദ്ദേശിച്ചാൽ മൊത്തം കോൺക്രീറ്റിൽ ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഒരിക്കലും ലീക്ക് വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കുറവായിരിക്കും. മൊത്തം സ്ലാബ് ലിങ്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് കട്ട വെച്ച് ചെയ്തിട്ടാണെങ്കിലും അതായത് ഇഷ്ടിക വെച്ച് ചെയ്തിട്ടാണെങ്കിലും സൈഡ് കാര്യങ്ങൾ നന്നായിട്ട് നീറ്റായിട്ട് തേച്ച് ക്ലിയർ ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്ത് അതിനുശേഷം ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടൈൽ ചെയ്തിട്ടാണെങ്കിലും നല്ല നീറ്റായിട്ട് ഒരിക്കലും ലീക്ക് വരാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് നല്ല വലിപ്പത്തിലുള്ള സിങ്ക് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെ ഒരു സിങ്ക് ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good. You